നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ആദ്യത്തെ ഓൾ ക്രൂ വുമൺ ചിത്രമായി സിനിമാ ചരിത്രത്തിൽ ഇടം നേടി കാസർകോട്ടുകാരി ഫർസാനയുടെ ചിത്രം മുംത. ബദിയടുകയിലും കുമ്പടാജയിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. വനിതാ ദിനത്തിൽ ആദരവേറ്റുവാങ്ങി കാസർഗോഡ് റെയിൽവേ ഹൌസ് കീപ്പിംഗ് അംഗങ്ങൾ. സബ് ഇൻസ്പെക്ടർ അജിത കെ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതായി പരാതി. പ്രതിഷേധം വിദൂരമല്ലെന്ന് നാട്ടുകാർ. വനിതാ സംഗമം ഒരുക്കി തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി. നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പി ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംവിധായിക ഫർസാന കാസർഗോട്ടുകാരി. അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകൾ. വനിതാ ദിനത്തിൽ ചിത്രീകരണം പൂർത്തിയാക്കി മുംത കേരളത്തിലെ ആദ്യത്തെ ഓൾ ക്രൂ വുമൺ ചിത്രമായി സിനിമാ ചരിത്രത്തിൽ ഇടം നേടി. ബദിയടുകയിലെയും കുമ്പടാജിയിലെയും വിവിധ പ്രദേശങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വുമൺ സിനിമ മുംതയുടെ ചിത്രീകരണം ലോക വനിതാ ദിനത്തിൽ കാസർഗോട്ട് പൂർത്തിയായി. വുമൺ സിനിമ എന്ന പേര് പോലെ തന്നെ മുംതയുടെ എല്ലാ തലത്തിലുമുള്ള അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകളാണ്. സിനിമയുടെ സംവിധായിക ഫർസാന ബിനി അസഫർ കാസർഗോട്ടുകാരിയായ ഒരു വീട്ടമ്മയാണ്. നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന KSFDC 2020 വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തൻ്റെ സിനിമയും സമർപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് മുംത തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഒരു ഉമ്മയും മോളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ കഥ. ഇത് കാസർഗോഡ് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കാസർഗോഡ് ബദിയടുക്ക പുത്തർക്കള എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ. പിന്നെ എൻ്റെ കൂടെയുള്ള ക്രൂസ് എല്ലാം വുമൻസ് ക്രൂ ആണ്. എല്ലാവരും നല്ല പോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ മൂവിയൊന്നും ഡയറക്റ്റ് ചെയ്തില്ല. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം മാത്രമേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ക്രൂസും വുമൻസ് ക്രൂസും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരിയായ ബാലതാരം ധനലക്ഷ്മിയാണ് മുംത എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത്. ഞാൻ 3 സിനിമയാണ് ചെയ്തത്. 3ാമത്തെ സിനിമയാണ്. മെയിൻ റോള് ആദ്യമായിട്ട് ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ഇപ്പോൾ 19 ദിവസമായി ഇന്നത്തേക്ക് ഷൂട്ട് തുടങ്ങിയിട്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ച് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് എനിക്കിതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രൂ ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. ആ ഒരു സ്ത്രീ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന മുംത എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിലെ പുത്രക്കളത്ത് അതിമനോഹരമായി നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ സിനിമ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങട്ടെ. വളരെ കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ സ്ത്രീ ജീവിതങ്ങൾ പലപ്പോഴും നമ്മളറിയാത്ത ഒരുപാട് സ്ത്രീ ജീവിതങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി എന്ന് പറയുന്ന ആ 10ാം ക്ലാസ്സുകാരുടെ ജീവിതത്തിലൂടെ പോകുന്ന സിനിമയാണ് മുംത. സിനിമ ഞാനിതിൻ്റെ ഭാഗമാണ്. എങ്കിലും ഈ സിനിമ പുറത്തിറങ്ങാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. ഒട്ടനവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ ലഭിച്ച ക്യാമറ വുമൺ ഫൗസിയ ഫാത്തിമയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. കാസർഗോഡിൽ നടക്കുന്ന ഒരു സംഭവം പോലെ ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫിക്ഷൻ ബട്ട് ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ്. അതെല്ലാം ഇൻസ്പയർ ചെയ്ത് ഫർസാന എഴുതിയ കഥയാണ്. ഇറ്റ്സ് എ വെരി ടച്ചിങ്, മൂവിങ്, വെരി ഫീലിംഗ് ഫുൾ സ്റ്റോറി. ഐ തിങ്ക് വി ഗ്രേറ്റ്ലി ലുക്ക് ഫോർവേഡ് ടു ദ ഫിലിം. സിനിമയിലെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് ഐറിൻ ജോസഫാണ്. വിമൺ സപ്പോർട്ടിങ് വിമൺ എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞാണ്. ഇപ്പം നമ്മൾ ഏറ്റവും അത് നമുക്ക് ഇവിടെ എവിഡൻ്റായിട്ട് കാണാൻ പറ്റുന്ന 2 പേരാണ് ഇവിടുത്തെ DOPയും ഡയറക്ടറും. അവർ തമ്മിലുള്ളൊരു ബോണ്ട് ആണ് ഈ സിനിമയുടെ ഔട്ടിൽ വരുന്നത്. കാരണം ഈച്ച് അതർ ഭയങ്കര ഒരു കമ്പാഷനുള്ള ആൾക്കാരാണ് ഇവർ 2 പേരും. അങ്ങനെ കമ്പാഷനേറ്റ് ആയിട്ടാതെ ഒരു ഡയറക്ടറും DOPയും പോവാതെ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെമിന ജബ്ബാറാണ് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിരിക്കുന്നത്. മുംതയുടെ ആർട്ട് ഡയറക്ടർ ദുന്ദു രഞ്ജീവാണ്. സാമൂഹിക സാമ്പ്രദായിക വ്യവസ്ഥകളിൽ അകപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയുടെയും മകളുടെയും അതിജീവനത്തിന്റെ കഥയാണ് മുംത അനാവരണം ചെയ്യുന്നത്. ബദിയടുക്കയിലെയും കുമ്പടാജയിലെയും വിവിധ പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്.
കാസർഗോഡിൻ്റെ സ്വന്തം സിനിമയായ മുംതയിൽ സപ്തഭാഷാ സംഗമഭൂമിയായ ജില്ലയിലെ 7 ഭാഷകളും ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KECB നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമര പരമ്പര നടത്തും. ഇതിനു മുന്നോടിയായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA എന്നിവർക്ക് നിവേദനം നൽകി. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച് ദേശീയതലത്തിൽ 5ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷനുകൾ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6ാം സ്ഥാനത്തുമാണുള്ളത്. ഇത്രയും മികച്ച രീതിയിലുള്ള സേവനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേബിൾ TV മേഖലയെ തച്ചുടയ്ക്കുക എന്ന സമീപനമാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് സ്വീകരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് KECB മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം 6-12 ഫൈബറുകൾ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകുന്നു. എന്നാൽ കുത്തക കമ്പനികളിൽ നിന്നും 96ഉം 192ഉം ഫൈബറുകളടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടാണ് KECB സ്വീകരിച്ചിട്ടുള്ളത്. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KECBയുടെ ഈ നിലപാടിനെതിരെ സമര പരമ്പരയിലൂടെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടർ സമരം നടത്താനുമാണ് COA തീരുമാനിച്ചിട്ടുള്ളത്. പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി COAയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 13-ന് KECB ഡിവിഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവർക്ക് നേരിട്ടെത്തി നിവേദനം നൽകി. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് KECBയുടെ നിരക്ക് താങ്ങുവാൻ പറ്റുന്നതല്ലെന്നും 100% ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് COA സമരത്തിനൊരുങ്ങുന്നതെന്നും വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും NA നെല്ലിക്കുന്ന് MLA പറഞ്ഞു. സാധാരണ ഈ റംസാൻ മാസത്തിലൊക്കെ ഇങ്ങനെ കാസർഗോഡ് നിന്നടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യാൻ ആരും തയ്യാറാവുകയില്ല. പക്ഷേ അറ്റക്കൈ എന്ന നിലയിൽ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഈ മാസം തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തുന്നത്. ഇത് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അത് ആവശ്യമെന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ KECBയുടെ നിരന്തരമായ പീഡനം എന്ന് തന്നെ പറയാം. ആ പീഡനം സഹിക്കവയ്യാതെയാണ് ഇവരിപ്പോൾ ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നന്നായി അറിയാവുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് അന്ന് അസംബ്ലി സമ്മേളനമായതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. ആ സമരത്തിൽ ഞാൻ പങ്കെടുക്കും, എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ഇനിയുള്ള എല്ലാ നാളുകളിലും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹരിച്ച് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്ത് ഫലപ്രദമായ ഇടപെടലുണ്ടാകും. കേബിൾ TV ഓപ്പറേറ്റർമാർ വലിയ കുത്തകകളുടെ കടന്നുവരവോടുകൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും KECBയുടെ നിരക്ക് വർധന അശാസ്ത്രീയമായ രീതിയിലാണെന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുമെന്നും AKM അഷ്റഫ് MLA അറിയിച്ചു. സാധാരണക്കാരൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടായ്മയാണ്. ഇന്ന് വലിയ കുത്തകളുടെ വരവോടുകൂടി ആ മേഖല വലിയ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഭാരവാഹികളുമായി ഈ വിഷയമായി സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും KECBയുടെ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടെ ചാർജ് കൂട്ടുന്നു. പോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതാത് കാലങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ മേഖല മുഴുവനും തകർക്കുന്ന രീതിയിലുള്ള നിരന്തരമായ ഉത്തരവുകളും അശാസ്ത്രീയമായ ഇടപെടലുകളുമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഈ 17 മുതൽ 21 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരത്തിൽ മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് ഞാനും പങ്കെടുക്കുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനോടും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇക്കാര്യം തീർച്ചയായും അവരെന്നോട് ബോധിപ്പിച്ച കാര്യം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. നിയമസഭയിലും കഴിയുന്നെങ്കിൽ ഈ വിഷയ സംബന്ധമായി സംസാരിക്കാനുള്ള ശ്രമം നടത്തും. 17 മുതൽ 21 വരെ നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു.
കേരള വിഷൻ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് COAയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം MLAമാരെ നേരിൽ കണ്ട് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ 4 ആഴ്ചക്കാലമായി സമരം നടത്തിവരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തിൽ റാലിയും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. പൊതുപരിപാടി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ആഴ്ചക്കാലമായി സമരം നടത്തിവരുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനത്തിൽ റാലിയും പൊതുപരിപാടിയും നടത്തി. കാസർഗോഡ് കറന്തക്കാട് BJP ടൗൺ ഓഫീസ് പരിസരത്ത് നിന്നുമായിരുന്നു റാലി ആരംഭിച്ചത്. റാലി എയർലൈൻസ് റോഡ് വഴി പഴയ ബസ് സ്റ്റാൻഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുപരിപാടി നടന്നു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മാലാഖയെ പോലെ ഓടിയെത്തി അവരെയെല്ലാം പരിചരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർ സർക്കാർ ജീവനക്കാരെ പോലെ അവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അവരുടെ വരുമാനത്തിന് യാതൊരു ഉറപ്പുമില്ല, അവരുടെ ഭാവിക്കൊരു ഉറപ്പുമില്ല. ആ ആശാ വർക്കർമാരുടെ കുട്ടികൾ, മറ്റുള്ളവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് സ്വന്തം കുട്ടികളുടെ ഭാവി കരുപിടിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. അവർക്ക് വാസ്തവത്തിൽ അവരുടെ വരുമാനം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള വരുമാനം വേണ്ടേ സുഹൃത്തുക്കളെ? ഒരു ദിവസം 332 ഒരു മാസം 7000 രൂപ കിട്ടിയാൽ എങ്ങനെയാണ് ഒരു കുടുംബം പോറ്റാൻ സാധിക്കുക? BJPയുടെ മറ്റ് പ്രമുഖ നേതാക്കളും സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെണ്ടയും ഇടയ്ക്കയും തിമിലയും തബലയും പാശ്ചാത്യ വാദ്യോപകരണങ്ങളായ ഗിറ്റാറും വയലിനും ജാസും ഡ്രംസും കൂടെ കീബോർഡും ഹാർമോണിയവും ചേരുമ്പോൾ കഥ എന്താവും? ഇവയൊക്കെ ഒരുമിച്ച് ചേർത്തുള്ള തൃക്കായ മ്യൂസിക് ഫ്യൂഷൻ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിൽ സംഗീത പെരുമഴ പെയ്യിച്ചു. ലോകപ്രശസ്തനായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും നാദപ്രതിഭ പ്രകാശ് ഉള്ളിയേരിയും ചേർന്നൊരുക്കിയ തൃക്കായ മ്യൂസിക് ബാൻഡ് ഫ്യൂഷൻ സംഗീതാസ്വാദകരെ ഇളക്കിമറിച്ചു. പാട്ടാവശ്യപ്പെട്ട് സെക്കൻഡുകൾക്കകം അത് മെലഡിയെന്നോ സെമി ക്ലാസിക്കലെന്നോ നാടകഗാനമെന്നോ അതിലപ്പുറം നാടൻ പാട്ടുകൾ പോലും ഹാർമോണിയം ഉപയോഗിച്ച് പ്രകാശ് ഉള്ളിയേരി ആസ്വാദകരെ വിസ്മയിപ്പിച്ചു. ഫ്യൂഷൻ അവതരണത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മക്കളായ ശ്രീരാജ്, ശ്രീകാന്ത് എന്നിവർക്കൊപ്പം ഒറ്റപ്പാലം ഹരി തിമിലയും മഹേഷ് മണി തബലയും ഋഷികേഷ് ഡ്രംസും വായിച്ചു. ആയിരങ്ങളാണ് മ്യൂസിക് ഫ്യൂഷൻ ആസ്വദിക്കാനെത്തിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക വനിതാ ദിനത്തിൽ ആദരവേറ്റുവാങ്ങി കാസർഗോഡ് റെയിൽവേ ഹൗസ് കീപ്പിംഗ് അംഗങ്ങൾ. വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത K ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനത്തിൽ ആദരവേറ്റുവാങ്ങി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ ഹൗസ് കീപ്പിംഗ് അംഗങ്ങൾ. റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആദരവ് പരിപാടിയുടെ ഉദ്ഘാടനം കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത K നിർവഹിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ലക്ഷ്മി ദേവി J അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ആഫില ബഷീർ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നാസർ ചെർക്കളം, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ചിത്ര സുനിൽ, സ്റ്റേഷൻ മാസ്റ്റർ സുജിത് PK, സ്റ്റേഷൻ കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ ശിവേന്ദ്രൻ അബു, RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനോജ് KJ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അൻവർ TE, അബ്ദുൽ ലത്തീഫ് ബബ്ല, ഷെഫീഖ് തെരുവത്ത്, സത്താർ തളങ്കര, RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അജിത് MP, പോലീസ് സ്റ്റേഷൻ ക്ലീനിംഗ് ജീവനക്കാരി സാവിത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു.
കാസർഗോഡ് റെയിൽ മൈത്രി ഓഫീസർ മഹേഷ് CK സ്വാഗതവും പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി സുബൈർ UA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സംവാദം സംഘടിപ്പിച്ചു. മഹിളാ സംഘം ദേശീയ കൗൺസിൽ അംഗം P. ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നാരീ സങ്കല്പം എന്ന മിഥ്യ എന്ന വിഷയത്തിൽ സംവാദം നടത്തി. മഹിളാ സംഘം ദേശീയ കൗൺസിൽ അംഗം P. ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. പണ്ട് മനുസ്മൃതിയിൽ പറഞ്ഞതുപോലെ പിതോ രക്ഷതി കൗമാരെ പുത്രോ രക്ഷതി വാർദ്ധക്യ ഭർത്തോ രക്ഷതി യൗവനെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന്. ആ രീതിയിൽ തന്നെ തുടർന്ന് ഇങ്ങോട്ടും കുറേ ആള് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലും എല്ലാം പുരുഷന്മാരെ പറഞ്ഞിട്ടുള്ളൂ, അച്ഛനെ അമ്മേനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഭർത്താവിനെയും പുത്രിനെയും പറഞ്ഞിട്ടില്ല, അമ്മേനെയും പറഞ്ഞിട്ടില്ല, ആരെയും പറഞ്ഞിട്ടില്ല, ഭാര്യേനെയും പറഞ്ഞിട്ടില്ല. അതിലെല്ലാം പറഞ്ഞത് പിതാവ്, പുത്രൻ, ഭർത്താവ് ഇവരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് നമ്മളെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞത്. ആ മനുസ്മൃതിയിൽ പറഞ്ഞതുപോലെയാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത്? പക്ഷെ ഇന്ന് നമ്മൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. A. ആമിന അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് SN സരിത വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ മോഡറേറ്ററായിരുന്നു. സുനിത കരിച്ചേരി, PV നിഷ, K. പ്രീത, M. അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയിൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ജ്വല്ലറിയിലെ വനിതാ ജീവനക്കാരെയും ആദരിച്ചു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ഭീമ ജ്വല്ലറിയിലെ വനിതാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാസർഗോഡ് ഭീമ ജ്വല്ലറി വനിതാ ദിനം ആഘോഷമാക്കിയത്. പരിപാടി കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും. ഏത് തൊഴിൽ സ്ഥലത്തായാലും അല്ലെങ്കിൽ ആരോഗ്യപരമായാലും വീട്ടിലുള്ള കുടുംബാന്തരീക്ഷമായാലും സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറി വരുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെയും പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും. ഇപ്പൊ പഴയ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കുട്ടികളൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഴിവുള്ളവർക്ക് അതിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ ചെയ്യുന്ന പുണ്യമായ ഒരു പ്രവൃത്തിയാണ്, ദൈവികമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമ്മുടെ സമൂഹത്തിനെ സേവിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇപ്പൊ കൂടുതൽ സേവന രംഗത്താണ് നിങ്ങളുള്ളത്. നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ അന്തരീക്ഷത്തെ, നമ്മുടെ സമൂഹത്തെ സുന്ദരമാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഹരിതകർമ്മസേന അംഗങ്ങളെയും ജ്വല്ലറിയിലെ വനിതാ ജീവനക്കാരെയും പരിപാടിയിൽ ആദരിച്ചു. ഭീമ ജ്വല്ലറി മാനേജർ സുധീഷ്, സൂപ്പർവൈസർമാരായ ശ്രീജിത്ത്, ഗണേഷ്, മനോജ്, അഷ്റഫ് എന്നിവർ വനിതാ ദിന ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റേഷൻ ജീവനക്കാരായ സുഷ്മിത, രേഷ്മ, അനൂപ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജ്വല്ലറി ജീവനക്കാരി ഷീന സ്വാഗതവും അശ്വതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതായി പരാതി. പൊതുവിടങ്ങൾ മലിനമാക്കുന്ന പക്ഷം പ്രതിഷേധം വിദൂരമല്ലെന്ന് നാട്ടുകാർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വീടുകളിൽ നിന്നും വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പണം ഈടാക്കി ശേഖരിക്കുന്ന ഹരിതകർമ്മസേന പ്രവർത്തകർ ശരിയായ സംസ്കരണ സ്ഥലത്ത് എത്തിക്കുന്നതിന് പകരം അവ ശേഖരിക്കുന്ന വീടുകളുടെയോ വാണിജ്യ കേന്ദ്രങ്ങളുടെയോ 50 മീറ്ററിനുള്ളിൽ അവ തള്ളുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവഗണിക്കപ്പെടുന്നത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോഴും ഈ വിഷയം അന്വേഷിക്കേണ്ടവർ മൗനം പാലിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. വീടാന്തരം വന്നിട്ട് 50 രൂപ മേടിച്ചിട്ട് ഈ കച്ചറ കൊണ്ടുപോയി റോഡിൽ വെച്ചിട്ട് ആ റോഡിൽ നായ്കളും പന്നികളും വലിച്ചു കൊണ്ടുപോയിട്ട് റോഡിലിട്ട് വല്ലാതെ ഇടങ്ങിറാക്കുന്നുണ്ട്.
അപ്പോൾ ഈ 50 രൂപ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഈ ഉപദ്രവം ചെയ്യുന്നത്? ഇതിന് മുമ്പും അങ്ങനെ തന്നെ. ഇവർ ഈ 50 രൂപ വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും കച്ചറ ഇത്ര കൂടുതലില്ലായിരുന്നു. ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയായിട്ടുള്ളതാണ് ഇപ്പോൾ. രാത്രി കാലം നടക്കാൻ പറ്റുന്നില്ല. ഇതിന് മുഴുവൻ ഇവർ 50 രൂപ മേടിക്കുക, കൊണ്ടുപോയി റോഡിൽ വെക്കുക. അതിന് പന്നിയും കാക്കയും പിന്നെ നായകളും വലിച്ചുകൊണ്ട് റോഡിലിട്ടിട്ട് നടക്കാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് അധികൃതർ ശരിയായ നടപടി എടുക്കുന്നില്ലെങ്കിൽ ഇതിനുള്ള ശരിയായ നടപടി ഞങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പഞ്ചായത്ത് അധികൃതർ ശരിക്കും സൂക്ഷിച്ച് ഇതിന് നടപടി എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇതിനെ അപേക്ഷിക്കും. അടുത്തിടെ മഞ്ചേശ്വരം, ചൗക്കി, തുമിനാട്, മഞ്ചേശ്വരത്തിന്റെ ചില ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു. പലതവണ വിളിച്ചു പറഞ്ഞിട്ടും കൂട്ടാക്കാത്ത അധികാരികൾ മാലിന്യ സഞ്ചികൾ നായകൾ വലിച്ചു കീറി ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഉണർന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് വലിയ പിഴ ഈടാക്കാൻ തുനിഞ്ഞിറങ്ങുന്ന പഞ്ചായത്ത് അധികൃതർ ഹരിതകർമ്മസേന പ്രവർത്തകരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളോട് ഇത്ര മൃദു സമീപനം കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പ്രശ്നത്തിന് പരിഹാരമുണ്ടാവാത്ത പക്ഷം പ്രതിഷേധിക്കുന്ന ദിവസം വിദൂരമല്ലെന്നും നാട്ടുകാർ. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്നുവരുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിലെ ശുചീകരണത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ മുഖ്യ പങ്കാളിത്തം ശ്രദ്ധേയം. വിവിധ വേദികളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും രാമവില്യം കഴകം പരിസരത്തെയും ശുചീകരണം ഇവർ ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി. വനിതാ ദിനത്തിലും ഇവരുടെ സേവനത്തിന് മുടക്കമില്ല. തൃക്കരിപ്പൂരിലെ 42ഓളം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പെരുങ്കളിയാട്ട നഗരിയിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് വിനിയോഗിക്കുന്നത്. ഉത്സവ പറമ്പുകളിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഏതൊരു സംഘാടകരുടെയും പ്രധാന വെല്ലുവിളിയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയ രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. വളരെ ശാസ്ത്രീയമായ സമീപനത്തോടുകൂടി വനിതകൾ അവരുടെ ജോലികളിൽ സമ്പൂർണ്ണ ജാഗ്രത പുലർത്തി വരികയാണ്. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടത്തിൽ മാർച്ച് 5 മുതൽ 12 വരെ 42 ഹരിതകർമ്മസേന അംഗങ്ങളും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഹരിതകർമ്മസേന ഏറെ സന്തോഷം. അതുപോലെ തന്നെ മിനി സ്റ്റേഡിയം മുതൽ എക്സിബിഷൻ ഹാള്, പ്രധാനപ്പെട്ട എല്ലാ റോഡ് സൈഡുകളും ഈ രാമവില്യം പരിസരവും മൊത്തം 5-ാം തീയതി മുതൽ നമ്മൾ വൃത്തിയാക്കാൻ അജൈവ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയതാണ്. ഇന്നേക്ക് 3-ാം ദിവസം രാവിലെ 8 മണിക്ക് വന്ന് നമ്മളുടെ ജോലി പൂർത്തിയാക്കി പോകുമ്പോൾ ഒരു 12-12:30 മാലിന്യ ശേഖരണം കാണുന്നവർക്ക് സേനയിലെ വനിതകളുടെ അർപ്പണബോധവും ആത്മാർത്ഥതയും തിരിച്ചറിയാനാവും. സംഘാടകരുമായി സഹകരിച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയ്യുന്ന സേവനത്തിന് നാട് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നാടെങ്ങും വനിതാ ദിനാഘോഷ പരിപാടികളിൽ സജീവമാകുമ്പോഴും തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റ് വി രാജശ്രീക്കും സെക്രട്ടറി കെ ഷീനയ്ക്കുമൊപ്പം അജൈവ മാലിന്യ ശേഖരണത്തിൽ മുഴുകി. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജി-ടെക് നടത്തുന്ന വുമൺ പവർ പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജി-ടെക് സെന്ററിൽ നടന്നു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജി-ടെക് നടത്തിവരുന്ന വുമൺ പവർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിൽ അർഹരായ 1002 സ്ത്രീകൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന പ്രത്യേക പദ്ധതിയുടെ കാസർഗോഡ് സെന്റർ തല ഉദ്ഘാടനം കാസർഗോഡ് ജി-ടെക് സെന്ററിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ നിർവഹിച്ചു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന രീതിയിൽ പല കോർപ്പറേറ്റുകളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും മാതൃകാപരമായി ഏറ്റവും ആവശ്യമുള്ള ഒരു മേഖല എന്ന രീതിയിൽ ജി-ടെക് വനിതകൾക്ക് പഠിക്കാനുള്ള, സൗജന്യമായി പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയത് എന്തുകൊണ്ടും നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ചടങ്ങിൽ സെന്റർ ഡയറക്ടർ KVK റാം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KV സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ ജയ ആൻഡോ മംഗലത്ത്, പ്രമുഖ ഫാഷൻ ഡിസൈനർ സുബേദ ഷെരീഫ്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 3 തവണ ഇംഗ്ലീഷ് ഹിന്ദി പദ്യം ചൊല്ലലിൽ വിജയിയായ ഫാത്തിമത്ത് ഷെയ്ഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗിരിധർ മെറ്റൽ ഹൗസിന്റെ പുതിയ ബ്രാഞ്ചായ ഗിരിധർ സ്മരണിക കരകൗശല പൂജ മെറ്റീരിയൽ ഷോറൂം കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് കബഡി പ്ലെയർ മുകുന്ദരാജ് ഉദ്ഘാടനം ചെയ്തു.
75 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഗിരിധർ മെറ്റൽ ഹൗസിന്റെ പുതിയ ബ്രാഞ്ചായ ഗിരിധർ സ്മരണിക കരകൗശല പൂജാ മെറ്റീരിയൽ ഷോറൂം കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി മുൻ അംഗവും കന്നഡ സിനിമാ ഡയറക്ടറും അഭിനേതാവും അവാർഡ് വിന്നറുമായ കാസർഗോഡ് ചിന്നിയുടെ നേതൃത്വത്തിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കബഡി പ്ലെയർ മുകുന്ദരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് എൻ അശോക് കുമാർ, രാജ്മോഹൻ ഷെട്ടി, ബബിത ആചാര്യ, ഡോക്ടർ സുധീഷ് റാവു, ഡോക്ടർ വെങ്കട്ടരമണ ഹൊള്ള, ജയറാം മല്യ, കോടോത്ത് സദാനന്ദൻ നായർ, മഹിഷമർദ്ദിനി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ഗോപിനാഥൻ നായർ, റൈറ്റർ നരസിംഹറാവു, KP ശശിധരൻ നായർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കാസർഗോഡ് കോർപ്പറേറ്റ് ബാങ്കിന് എതിർവശം നായക്സ് റോഡ് ജംഗ്ഷനിലാണ് ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ ദിനത്തിൽ കഴകം ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം ഒരുക്കി തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ സംഗമത്തിൽ 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. വനിതകളെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ലോക വനിതാ ദിനത്തിൽ നടത്തിയ വനിതാ സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ മുഖം സ്ത്രീകൾ തന്നെയാണ്. ആ ദാരിദ്ര്യത്തെ ഇല്ലാതെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സന്തോഷം കൂട്ടുന്നു എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോ ഉത്സവ ദിനത്തിലും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എടുത്ത് വന്ന് നമ്മൾ വളരെ സന്തോഷപൂർവ്വം തന്നെ പ്രവർത്തിക്കുന്നത്, അല്ലെ? ഓരോ ഉത്സവ ദിനത്തിൽ മാത്രമല്ല, ഓരോ അവധി ദിവസങ്ങളിലും നമ്മൾ ടൂർ പോകുന്നത്, അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ പാടി യൂട്യൂബിൽ പുറത്തിറക്കുന്നത്, അങ്ങനെ നമ്മുടെ സംഗമം നടത്തുമ്പോൾ നമ്മൾ കൂട്ടമായി ഡാൻസ് ചെയ്യുന്നു, നമ്മൾ പാട്ട് പാടുന്നു എന്ന് വേണ്ട, സ്ത്രീകൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു. സ്ത്രീകളുടെ എന്താ പറയുക, സന്തോഷത്തിന്റെ, ഹാപ്പിനെസിന്റെ ഇൻഫ്ലുവൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘാടക സമിതി വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം നഗരസഭ അധ്യക്ഷ TV ശാന്ത, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, PC സുബൈദ, T അജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗം KNV ഭാർഗവി, കഴകം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് E പത്മിനി, സെക്രട്ടറി ശ്രീജ സന്തോഷ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ M മാലതി, പടന CDS ചെയർപേഴ്സൺ N സെറീന, വനിതാ കമ്മിറ്റി കൺവീനർ TV ഷൈജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ആദ്യത്തെ ഓൾ ക്രൂ വുമൺ ചിത്രമായി സിനിമാ ചരിത്രത്തിൽ ഇടം നേടി കാസർഗോട്ടുകാരി ഫർസാനയുടെ ചിത്രം മുംത. വതിയിടുകയിലും കുമ്പടാജയിലുമായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. വനിതാ ദിനത്തിൽ ആദരവേറ്റുവാങ്ങി കാസർഗോഡ് റെയിൽവേ ഹൌസ് കീപ്പിംഗ് അംഗങ്ങൾ. സബ് ഇൻസ്പെക്ടർ അജിത K ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന പ്രവർത്തകർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്തതായി പരാതി. പ്രതിഷേധം വിദൂരമല്ലെന്ന് നാട്ടുകാർ. വനിതാ സംഗമം ഒരുക്കി തൃക്കരിപ്പൂർ രാമവില്യം പെരുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി. 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ജോയിന്റ് കൌൺസിൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംവാദം സംഘടിപ്പിച്ചു. P ഭാർഗവി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.